മാത്യു സർ എന്നെ ആദ്യമായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ പറഞ്ഞത് ഒരൊറ്റ വാക്കായിരുന്നു, ചേച്ചി ഡേറ്റ്സ് തന്നാൽ ഞാൻ പേന എടുത്ത് മുഴുവൻ കഥ എഴുതാം എന്നാണ് പറഞ്ഞത്. അത് തന്നെ എനിക്കൊരു വലിയ സമ്മാനമാണ്. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഏറ്റവും വലിയ ഒരു ബഹുമാനമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഏതൊരു അവാർഡിന് ഉപരിയാണ് ഒരു ഡയറക്ടർ ആർട്ടിസ്റ്റിൻ്റെ ഒരു ഡേറ്റ് കിട്ടിയാൽ ഞാൻ എഴുതാം എന്നുള്ളത്. അതൊരു വലിയൊരു കാര്യമാണ്. അല്ലാതെ കൂടെ അഭിനയിക്കാൻ പോകുന്നത്, ആരുടെ കൂടെയാണ് അഭിനയിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പം വേറെ പല പേരുകളാണ് ആദ്യം ഉണ്ടായിരുന്നത്. ആദ്യം സിദ്ദിഖ് ജി എന്ന് തന്നെ പറഞ്ഞു, പക്ഷേ സിദ്ദിഖ് ജി തിരക്കിലായതുകൊണ്ട് വേറെ പേരുകളാണ് എന്നോട് പറഞ്ഞത്. പിന്നെ സിദ്ദിഖ് ജി എന്ന് ഓർപ്പിച്ചപ്പോഴാണ് എനിക്ക് ഈ ആനന്ദം കുറച്ചും കൂടി പോയത്. ഇത് എന്തിനാണെന്ന് ഞാൻ പറയട്ടെ. സൗത്ത് ഇന്ത്യൻ ആർട്ടിസ്റ്റിലെ എല്ലാവരും, മമ്മൂട്ടി സർ, മോഹൻലാൽ സർ, ഇപ്പോൾ ഇല്ലാതായ ഇന്നസെന്റ് സർ, തിലകൻ സർ, അവരുടെ ഒപ്പമൊക്കെ അഭിനയിക്കാൻ കൊതി തോന്നുന്ന പോലെ ഒരു ആർട്ടിസ്റ്റിന് ഇവരുടെ ഒപ്പം എനിക്ക് അഭിനയിക്കണം എന്ന് കൊതി തോന്നുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ സിദ്ദിഖ് സാറാണ്, അല്ലേ? പിന്നെ എൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ നാളുകൾ ഞാൻ അഭിനയിച്ചിരിക്കുന്നത് സിദ്ദിഖ് സാറിൻ്റെ കൂടെയാണ്. അത് സീരിയലാവാം, സിനിമ ആവാം, പിന്നെ പരിപാടികളാവാം. കുറേ പരിപാടികളിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു കമ്പാറ്റബിലിറ്റി ഉള്ള രണ്ട് ആർട്ടിസ്റ്റാണ് ഞങ്ങൾ രണ്ടുപേരും. ശ്രീലാൽ സർ എന്ന് ഈ പടത്തിന് എന്നെ വിശ്വസിച്ച് എന്നെ വിളിച്ചതിൽ താങ്ക് യു വെരി മച്ച്. ആൻഡ് മാത്യു സർ, നിങ്ങൾക്കും കൂടെ അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റിനോടും നന്ദി പറയുന്നുണ്ട്. ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ് ആൻഡ് ഐ എം ഷുവർ ഇറ്റ് വിൽ സെർവ് എ വെരി സ്വീറ്റ് memory it will create a very sweet memory in your minds also. Thank you so much.